ഡേ 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 നില്ല് നില്ല് നില്ല്. നീ ഇപ്പൊ എവിടെയാടേ? നിന്നെ കാണാനല്ല. കൊറോണ സെന്ററിൽ നിന്ന് വരുന്ന വഴിയാ. കൊറോണ നിയമം പാലിച്ച് വീട്ടിലിരിക്കണ നിനക്ക് എങ്ങനെയടേ കൊറോണ വന്നത്? ഒരു തെണ്ടി വീട്ടിൽ കൊണ്ട് തന്ന്. എന്തായാലും കൊള്ളാം. 14 ദിവസം അവിടെ കിടന്ന് അടിച്ചു പൊളിച്ചല്ല നീ. അടിച്ചു പൊളിയാ. നിനക്കൊക്കെ തമാശയും പരിഹാസവും. നീയൊക്കെ ഇതിനകത്തൊന്ന് കിടക്കണം, അപ്പോഴേ നിനക്കൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. പിന്നെ നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, വയസ്സായവരും എന്തേലും അസുഖമുള്ളവർ മാത്രമേ കൊറോണ വന്ന് മരിക്കത്തുള്ളൂ എന്ന്. കഴിഞ്ഞ ആഴ്ച ഒരു ചെറുക്കം വന്നിരുന്നു, 18 വയസ്സായിട്ടുള്ളൂ. രാത്രി ഉറക്കമില്ല, സഹിക്കാൻ പറ്റാത്ത വേദന. രാവിലെ ആയപ്പോൾ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് പോലും ഒരു നോക്ക് കാണാൻ ബോഡി പോലും കൊടുത്തു വിട്ടില്ല. മാസ്ക് വിടറാ, നിന്റെയൊക്കെ മാസ്ക് വിടറാ, മാസ്ക് എടുത്ത് വിടാ തെമ്മാടികളെ. നിയമവും പാലിക്കാത്ത സർക്കാരിനെ ഉണ്ടായിക്കൊണ്ട് നടക്കും മരം പാഴുകൾ. സമയം പോണില്ലല്ലോ, അവൻ വന്നിട്ട് വേണം ഒന്ന് ആഘോഷിക്കാൻ. അപ്പൊ ശരിയല്ലേ, 14 ദിവസം കഴിഞ്ഞിട്ട് വേണം. ബൈ. നിനക്ക് ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞാ പോരായിരുന്നാടോ? ഇവനിത് എങ്ങോട്ട് പോണ? എവിടെ നോക്കിയാലും ഈ മൈരനാണല്ല. ചേട്ടോ ഉപ്പിട്ടൊരു ഷോടേ. അളിയാ എന്താ? ഞാൻ നിന്നെ നോക്കിയല്ലേ നിക്കണത്. നീ എന്തിനാ എന്നെ നോക്കിയിരിക്കണേ? നമുക്ക് ഉപ്പിയൊക്കെ എടുത്ത് അടിച്ച് പൊളിക്കണ്ടേ? നീ പോടാ, നിനക്ക് കൊറോണ. അളിനെ പെർഫെക്റ്റ് ഓക്കെ ആയി. നീ മാസ്ക് ഇട്ട് സംസാരിടാ. എത്ര ദിവസം കണ്ടിട്ട് ഒരു ഉമ്മ വരട്ടാ. നീ അടുത്ത നിന്നെ പോടാ. പോടാ ഓടാതെ അളിയാ ഇല്ലടാ. അവന്റെ കവറല്ലേ? അവനെ കൊണ്ട് ഇതൊന്നും പറ്റൂല. മൂടുപോയി നീ ഒറ്റയ്ക്ക് പോയി നടിക്കാം. കഴിക്കേ. ആരടാ നീ? ചേച്ചി 2 ദിവസം വല്ലതും കഴിച്ചിട്ട് എന്തെങ്കിലും തരണം. ചോറൊക്കെ തരാം, പക്ഷേ ഇവിടെ ഞങ്ങളോടൊപ്പം 14 ദിവസം കഴിയേണ്ടി വരും. ഇവിടെ എല്ലാവർക്കും കൊറോണയാണ് പിള്ളേ.